എന്താ പറയണ്ടേന്നോ, താങ്കൾ ഇവിടെ ബംഗാളിൽ കാലുകുത്തിയിട്ട് ഓഗസ്റ്റിൽ ഒരു മാസം നിന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴും കുറച്ച് നിന്ന്. അപ്പം ബംഗാൾ താങ്കൾ പ്രതീക്ഷിച്ചതുപോലെയായിരുന്നു, അതോ പ്രതീക്ഷയ്ക്കപ്പുറമായിരുന്നു, അതോ പ്രതീക്ഷയിൽ കുറഞ്ഞു പോയോ? ആക്ച്വലി വരുമ്പോൾ ഭയങ്കര പ്രതീക്ഷയായിരുന്നു, ലൈക്ക് ക്ലീൻ സിറ്റി, മെട്രോപൊളിറ്റൻ സിറ്റി ആണല്ലോ. അപ്പം അങ്ങനെ ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വൃത്തിയില്ലാത്ത പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ബീങ് ഹിയർ ഈസ് ഡിഫറെൻറ്റ്. ഇവിടെ വന്ന് 2-3 ദിവസം നിന്ന് ഈ വൃത്തികേട് കണ്ടിട്ട് പോകുന്നതും ഇവിടെ നിന്ന് കുറേശ്ശെയായിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ട് സ്ഥലമൊക്കെ ആസ്വദിച്ച് മനുഷ്യരൊക്കെ മനസ്സിലാക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസം. ഇവിടുന്ന് അന്ന് ഓഗസ്റ്റിൽ പോയപ്പോൾ ലൈക്ക് എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. പോകുമ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ കാളി പൂജ മിസ് ചെയ്തു, ഞാൻ ദുർഗാ പൂജ മിസ് ചെയ്തു. ഐ മിസ്ഡ് എ ലോട്ട്. പിന്നെ തിരിച്ചു വന്നു. ഇപ്പോൾ ഒരു കല്യാണമൊക്കെ കൂടി, ബംഗാളി മാരേജ്. എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവിടെ നടന്നതല്ല. എല്ലാം ഉണ്ട്. ഫ്രണ്ട്സ് ആണെങ്കിലും they become family. അങ്ങനെ. പിന്നെ എന്താ ഇപ്പോൾ പോകുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഹോം ടൗൺ വിട്ട് പോണ പോലെ ഒരു ഫീലിംഗ്. ഇപ്പോൾ ഫസ്റ്റ് വന്ന ഒരു ക്ലീൻനെസ് കുറവോ അങ്ങനെയൊന്നും മൈൻഡേ ഇല്ല. കാണുന്ന പോലെ ശ്രദ്ധിക്കുന്നില്ല. ഉണ്ടില്ല എന്നല്ല, പക്ഷെ ശ്രദ്ധിക്കുന്നില്ല. നാട് പോലെ തോന്നുന്നു. നാട്ടിൽ കൂടെ നടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് വരും. അത് ശരിയാ. ആരും നമ്മളുടെ അടുത്ത് ചോദിക്കത്തില്ല, പറയാനില്ല. അറിയാത്ത മനുഷ്യര്, പുതിയ ആൾക്കാര്. നമ്മൾ എന്തിട്ടാലും കുഴപ്പമില്ല. രാത്രി വൈകിട്ട് സന്ധ്യ കഴിഞ്ഞ് വെളിയിലിറങ്ങിയാലും എന്താ പറയുന്നത്, എവിടെ പോവാ, പെണ്ണുങ്ങൾ വെളിയിലിറങ്ങാൻ പാടില്ല എന്നേ പറയത്തില്ല. കാരണം ഇവിടുത്തെ ഉള്ള ആൾക്കാരെല്ലാം ഒരു 6 മണി കഴിഞ്ഞിട്ടേ വെളിയിലിറങ്ങുള്ളൂ. രാത്രി ഒരു 12 മണി വരെ ഇവിടെ എല്ലാവരും ആക്റ്റീവ് ആയിരിക്കും. പിന്നെ എല്ലായിടത്തും ഉള്ള പോലെ ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ എന്താ പറയുന്നത്, നമ്മൾ കേരളത്തിൽ നിന്ന് കേൾക്കുമ്പോൾ ബംഗാൾ ഒരു പീഡക രാജ്യം പോലെ, ഒരു സംസ്ഥാനം പോലെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പം എല്ലാവരും അങ്ങനെയൊന്നും അല്ല. എല്ലാവരും അങ്ങനെയല്ല, എല്ലായിടത്തും നല്ലതൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാർ ഞങ്ങൾ വിചാരിച്ച പോലെയല്ല, ഭയങ്കര എന്താ പറയുക, നല്ല ഫ്രണ്ട്ലിയാണ്, ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ്.